എന്താണ് തങ്കം? ഇതെന്തോ നാരദിയാ? നല്ലൊരു കാര്യത്തിന് പോയതല്ലേ? അപ്പൊ ജയശ്രീ ലാളിതനായി വരുന്ന ഭർത്താവിന് ഭയങ്കര സ്വീകരണം തന്നെയാണ് കൊടുക്കുന്നത്. നാട്ടിൽ മുഴുവൻ സ്വീകരണല്ലേ? അറിഞ്ഞു ജംഗ്ഷനിലേക്ക് ഗംഭീര സ്വീകരണമാണ്. ആ നിസ്സാര കാര്യമാണ്. പിന്നെ പോലീസുകാരോട് ഗുസ്തി പിടിച്ച് ജയിച്ചത്. ശരിയാണ്. ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞല്ലേ പോയിക്കോന്ന്. അമ്പിളിക്കൂട്ടൻ ചേട്ടൻ എന്തോരം കുറ്റം പറഞ്ഞതെന്ന്. അത് പിന്നെ ഇവൻ നന്നാവാൻ വേണ്ടിയല്ലേ ഞാൻ പറയണത്. സത്യം. നിങ്ങൾ അന്ന് പോയിരുന്നെങ്കിൽ നിങ്ങൾ സ്റ്റാർ ആയാലേ. ഇതെന്താ കാണാത്ത? ഇപ്പൊ വിളിച്ചതാണല്ലോ അൻസാർ. അയ്യോ എന്റെ മണ്ടൂസേ, ഞാൻ ആർക്ക് വേണ്ടിയാണ് സമരം ചെയ്യാൻ പോയെ? പോലീസുകാർക്ക് വേണ്ടിയിട്ട്. പിന്നെ മറ്റേ ജയിലിലെ DGPക്ക് എന്നോട് ചെറിയൊരു അമർഷമൊക്കെ ഉണ്ടായിരുന്നു. അതിനെന്താ ഏറ്റവും ഒടുവിൽ ഞാൻ അവിടെ ഇറങ്ങാൻ പുള്ളിക്കണം എന്റെ മുമ്പിൽ സെല്യൂട്ട് അടിച്ചില്ലേ? സത്യം. പിന്നല്ലാണ്ട് സമരത്തിന്റെ ബാക്കി വിവരങ്ങളൊക്കെ നീ അറിഞ്ഞില്ലല്ലോ. മുഖ്യമന്ത്രി നേരിട്ടാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അതിന്റെ മറുപടിയൊക്കെ ഈ അളിയന്മാർ കൊടുത്തോളും. പിന്നെ കുറെ IPS ഉദ്യോഗസ്ഥരെയും കുറെ ഡൂക്കിലി പോലീസിലും മുള കാണിക്കുന്ന എല്ലാത്തിനും സസ്പെൻഷനുണ്ട്. പിന്നെ ഇടേ നമ്മള് ഒന്നിനു വേണ്ടി മെനക്കെട്ട് ഇറങ്ങിയതാണ് അമ്പളിക്കുട്ട. പിന്നെ ഇതുവരെ അതിനൊക്കെ ഇറങ്ങാത്തെന്ന് പറഞ്ഞാൽ ചില വിട്ടുവീഴ്ചകളും ബന്ധങ്ങളൊക്കെ നോക്കിയിട്ടാണ്. അതെനിക്കറിയാം. നീ ഇറങ്ങിയാ നീ കൊണ്ടേ കയറും എന്നുള്ളത് എനിക്കറിയാം. എന്തായാലും ഈ സമരത്തിന്റെ മുഴുവൻ ക്രെഡിറ്റ്, ഈ വിജയിച്ചതിന്റെ മുഴുവൻ ക്രെഡിറ്റും നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ. അതിന്റെ പിന്നിൽ എന്റെ തങ്കമാണ്. ഈ സമരത്തിന് എനിക്ക് തന്ന പ്രചോദനം നൽകിയത് എന്റെ തങ്കമാണ്. അതുകൊണ്ട് തങ്കത്തിന് ഇത് എന്റെ വക ഒരു സ്പെഷ്യൽ. അവനന്ദനങ്ങളുടെ ബഹളമാണ്. ഓരോരുത്തർ അവലംബിക്കാനായിട്ട്. ഇത് ഇവിടെ പെങ്ങള് പറയടി. ഒന്നുമില്ലാതെ ഞാൻ വെറുതെ ഒരു ചെറിയ അങ്ങനെ സംഭവിച്ചു. ഞാൻ വിളിക്കാം. നോക്കാം. നോക്കാം. നീ വെച്ചേരെ. അതെ, ഈ കുഴപ്പക്കാരായ മേലുദ്യോഗസ്ഥരെ കുറച്ച് പേരെ സസ്പെൻഡ് ചെയ്തല്ലോ. ആ കൂട്ടത്തില് നമ്മുടെ പൗലോ അളിയുന്നുണ്ട്. സമ്മതിക്കണം അളിയ. സ്വന്തം വീട്ടുകാരുണ്ടെന്ന് അറിഞ്ഞിട്ട് നീ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചല്ലേ? ഇതാണ് അളിയ ഒരു യഥാർത്ഥ പൊതുപ്രവർത്തകൻ. അത് പിന്നെ അങ്ങനെയാണ്. ഞാൻ രാഷ്ട്രീയത്തിൽ മേലും കീഴും ബന്ധങ്ങളോ ഒന്നും നോക്കാറില്ല. നീ സത്യസന്ധനായ പൊതുപ്രവർത്തകൻ, കറകളഞ്ഞ രാഷ്ട്രീയക്കാരനെന്നൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ലല്ലോ. അതാണ് ഈ ക്ലീറ്റോ. അതെനിക്കറിയാം.